ഹൈ മക്കളെ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു അക്കാദമിക് മാപ്പ് കാണുന്നുണ്ടാവും അല്ലെ, റൂട്ട് മാപ്പ്. അപ്പം നമുക്കെന്താണ്, ക്വാർട്ടർലി എക്സാം ഉണ്ട്, ഹാഫ് ഇയർലി എക്സാം ഉണ്ട്, എല്ലാം ഉണ്ട്, നമുക്കറിയാം അല്ലേ. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഓക്കെ, എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, ഡേറ്റും കാര്യങ്ങളും ഒന്നും അറിയില്ല. പക്ഷെ എന്താണ്, എക്സാം നമുക്കുണ്ടാവും, നമുക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് നമ്മളിങ്ങനെ വീണ്ടും 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 പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഒരു മാപ്പ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഏകദേശം എന്താണ് +2 ലാസ്റ്റ് അവസാനത്തെ ഇയർ, നമ്മുടെ ലാസ്റ്റ് ഇയർ ആയിട്ടുള്ള 26 വരുന്ന സമയത്ത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ആ ഒരു 3 മാസം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളല്ല. സാറ് മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് നമുക്ക് പഠിക്കാനുള്ള ഒരു ടൈമല്ല, റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഡിസംബർ വരെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ. ഡിസംബർ വരെ. ആ ഒരു ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് തീർക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എന്താണ് 5-6ഓളം സബ്ജക്റ്റുകളിൽ, ഓക്കെ, ഓരോ സബ്ജക്റ്റുകളിലും എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ പഠിച്ചു തീർക്കാൻ നമുക്ക് എത്രയാണ് നമ്മുടെ മുന്നിൽ ഇനിയുള്ള ടൈം എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. ഇപ്പം എത്രയാണ്, ജൂലൈ ആയിട്ടുണ്ട്. ഓക്കെ, ജൂലൈ ആവാനായി. ജൂലൈ മുതൽ ഡിസംബർ വരെ, ഓക്കെ, ആ ഒരു ടൈമേ നമ്മളെ മുന്നിലുള്ളൂ. 6-7 മാസങ്ങൾ. ആ ഒരു 6-7-8 മാസം കൊണ്ട് നമ്മൾ എത്രത്തോളം പഠിച്ചെടുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ എന്താണ്, ലേറ്റ് ആയിട്ടുള്ള മക്കളോടാണ് പറയാനുള്ളത്. പഠിച്ച് തുടങ്ങാത്തവർക്ക്, അല്ലെങ്കിൽ എന്താണ്, ഇപ്പോഴും എവിടെ തുടങ്ങണം, അല്ലെങ്കിൽ ഇപ്പോഴും തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയാതെ ചിലപ്പോൾ എന്താണ് ഒരു പേടിയോടൊക്കെ നിൽക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണ്ടി, ലേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ എക്സാമിനർ ജ്വാല ബാച്ചിൻ്റെ പുതിയ ബാച്ച് ലോഞ്ചിങ് ഉണ്ട് തൊട്ടടുത്ത ദിവസം. ഓക്കെ, നാളെ തന്നെ. അപ്പം എന്താണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ലേറ്റ് ആയിട്ടുള്ളവർ, പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, നാളെ നമുക്കൊരു ബാച്ച് ഓറിയൻറ്റേഷൻ വെക്കുന്നുണ്ട്. ആ ഒരു ഓറിയൻറ്റേഷനിൽ കൃത്യമായിട്ട് പറയും ഇപ്പോൾ ലേറ്റായ ആളുകൾ ഇനി എങ്ങനെയാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ എന്താണ്, കഴിഞ്ഞ വീക്കിൽ നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് പോകേണ്ട ഒരു റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അവരേത് ടൈമിൽ കൃത്യമായിട്ട് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയവരുടെ കൂടെ അവരെപ്പോൾ എത്തും എന്നുള്ളത്, അല്ലെങ്കിൽ അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് മാപ്പ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ടൈം ടേബിൾ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്, ഇപ്പോഴും ലേറ്റ് ആയിട്ടുള്ള, ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാത്ത, ലേറ്റായി എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കുക, ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയ കുട്ടികളെ കൂടെ എത്തണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നാളെ പുതിയ ടൈം ടേബിളും കാര്യങ്ങളും റൂട്ട് മാപ്പും ഒക്കെ ആയിട്ട് സാറ് വരുന്നുണ്ടാവും. അപ്പം നാളെ കൃത്യം എന്ത് ചെയ്യാം മക്കള്, നമ്മളെ ഓറിയൻറ്റേഷനിൽ ജോയിൻ ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. നമുക്ക് ഒട്ടും ടൈമില്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതായത് നമുക്ക് സഞ്ചരിക്കാനുള്ള ദൂരം ഒരുപാടുണ്ട്, പക്ഷെ എന്താണ്, സമയം വളരെ കുറവാണ് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ +2 ലൈഫ് എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് മാർക്ക് കുറയാൻ പാടില്ല, മറ്റുള്ള ആളുകളുടെ മുന്നിൽ നിങ്ങൾ തല കുനിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം നാളെ ഓറിയൻറ്റേഷന് കാണാം, ബാച്ചിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ മക്കളെ.